തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടത് പോലീസിന്റെ സഹായത്തോടെയെന്ന് സംശയം. പ്രതി ചാടിപ്പോയവരും തമിഴ്നാട് പോലീസ് അറിയിച്ച സമയത്തിൽ വ്യക്തത കുറവുണ്ട്. തമിഴ്നാട് പോലീസ് മദ്യപിച്ചിരുന്നതായും സംശയമുണ്ട്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഈ പ്രതി ചാടിപ്പോയതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ചില ദുരൂഹതകളുണ്ട്. 58 കേസുകളിൽ പ്രതിയായ ബാലമുരുകന് വേണ്ടത്ര സുരക്ഷ ഒരുക്കാതെയാണ് കൊണ്ടുവന്നുള്ള ആക്ഷേപം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ട്? എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? മനു, സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരൂഹതയാണ് ഈ സംഭവത്തിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്നലെയാണ് രാത്രി 10:30 കൂടിയിട്ട് ഈ ബാലമുരുകൻ എന്ന കൊടും ക്രിമിനൽ തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. എന്നാൽ ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് സഹായം ചെയ്തു നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു സൂചനയാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് പ്രകടമാകുന്നത്. അത്തരത്തിൽ അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു കാര്യം, ഈ തമിഴ്നാട് പോലീസ് ഈ വിവരവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രതി ചാടിപ്പോയി എന്നുള്ള വിവരവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ മൊഴികളും വ്യക്തത കുറവുണ്ട്. അതിലൊരു വ്യക്തത വളരെ കുറവുള്ളത് കൊണ്ട് തന്നെ പോലീസ് അത് സംശയിക്കുന്നുണ്ട്, കേരള പോലീസ് അത് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. പ്രധാനമായും ഈ പ്രതിക്ക് തമിഴ്നാട്ടിലൊരു കേസുണ്ടായിരുന്നു. ഈ കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വിയൂർ ജയിലിൽ നിന്ന് പ്രതിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. തിരിച്ച് കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊണ്ടുവരുന്ന വേളയിലാണ്, തിരിച്ച് വീണ്ടും വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വേളയിലാണ് പ്രതി ഈ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. അതിന് മുന്നേ തന്നെ ഈ പ്രതിയുടെ വിലങ്ങ്, കയ്യിൽ അണിയിച്ചിരുന്ന വിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്നുള്ളതാണ്. പ്രതിക്ക് ഈ പ്രദേശത്തെത്തുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്ത് തന്നെ, അതായത് ജയിലിന് സമീപത്ത് തന്നെ പ്രതിയുടെ വിലങ്ങൂരി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നിലനിൽക്കുന്ന ദുരൂഹതകളിൽ ഒന്നാണ്. അതേസമയം ഈ പ്രതി രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ ചാടിപ്പോയി എന്നുള്ള വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ അറിയിച്ച സമയത്തിൽ ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്തിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പലതരത്തിലുള്ള വ്യക്തതക്കുറവുകൾ ഉണ്ടാകുന്നു, ദുരൂഹതകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം തന്നെ പ്രതിയുടെ ചെരുപ്പ് ഈ ജയിലിന് സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളും പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസിൻ്റെ നിഗമന പ്രകാരമാണെങ്കിൽ ഈ പ്രതി അധികം ദൂരം യാത്ര ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം മറ്റൊരു വിവരം, ഈ തമിഴ്നാട് പോലീസ് കഴിഞ്ഞ ദിവസം ഈ പ്രതിയെയും കൊണ്ടുവരുന്ന വേളയിൽ മദ്യപിച്ചിരുന്നതായും സംശയമുണ്ട്. അത് സംശയം മാത്രമാണ്, അക്കാര്യത്തിൽ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു വിവരമോ ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ജയിലിൽ ചാടിയ ഒരു പ്രതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ ഉണ്ടാകണം, സുരക്ഷകൾ ഉണ്ടാകണം. അതിനപ്പുറം തന്നെ ഈ പ്രതിയെ ഈ ജയിലിന് സമീപം എത്തുമ്പോൾ മൂത്രമൊഴിക്കണമെന്ന് പറയുന്നു. അതിനുവേണ്ടി കൈവിലം കഴിക്കുന്നു. അതായത് അല്പം നീങ്ങിക്കഴിഞ്ഞാൽ, അല്പം യാത്ര ചെയ്താൽ തന്നെ വിയൂർ ജയിലായി അവിടെ എത്തിയിട്ട് പ്രതിയുടെ ആവശ്യം നിറവേറ്റാമായിരുന്നു. എങ്കിൽ പോലും അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ കൈവിലങ്ങ് അഴിക്കുക എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് വ്യക്തമായൊരു അന്വേഷണത്തിൽ നടക്കുകയാണ്, ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. ഈ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ബാലമുരുകനെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അതോടൊപ്പം തന്നെ കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ആളുകളെ ആക്രമിച്ചുകൊണ്ടുപോലും ഇത്തരത്തിൽ സാരംഗ്, ഈ ബാലമുരുകൻ 58 കേസുകൾ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കേരളത്തിൽ എത്ര കേസുകളാണുള്ളത്? നേരത്തെ പലതവണ ജയിൽ ചാടിയിട്ടുണ്ട് ഈ ബാലമുരുകൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തമിഴ്നാട് പോലീസിന് കൃത്യമായ അറിയാവുന്നതാണ് ബാലമുരുകന്റെ സ്വഭാവ രീതികൾ. അതിന് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രാഥമികമായ കുറ്റമായി എടുത്തു പറയാനുള്ളത്. കേരളത്തിൽ എത്ര കേസാണ് നിലവിലുള്ളത് ഈ ബാലമുരുകന്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിൽ എത്ര കേസുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. പ്രധാനമായും ഈ 58 കേസുകൾ ഉണ്ടെന്നാണ്, ഇയാൾക്കെതിരെ 58 കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കേരളത്തിൽ എത്ര കേസുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പോലീസ് ഇതുവരെയായിട്ടും ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. എന്തായാലും 58 കേസുകളാണ് ഇയാൾക്കെതിരെ നിലനിൽക്കുന്നത്. അത് പ്രധാനമായും ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെ നടത്തിയിരുന്ന പ്രതിയാണ്. അതിന് മാത്രമായിട്ട് തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുമുള്ള ഒരു വ്യക്തിയാണ്. ഈ ആളുകളെ ആക്രമിച്ചുകൊണ്ടൊക്കെ തന്നെ
മോഷണം നടത്തി വരുന്ന ഒരു രീതിയായിരുന്നു ഇയാളുടേത്. അങ്ങനെ ഒരുപാട് തവണ പോലീസിൻ്റെ പിടിയിലാകുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇതേ രീതിയിൽ, അതായത് മെയ് മാസം സമാനമായ രീതിയിൽ തമിഴ്നാട് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് പോലീസ് സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിയുമായി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് വീണ്ടും ഒരു രക്ഷപ്പെടലുണ്ടാകുന്നത്. അത് കഴിഞ്ഞ വർഷമായിരുന്നു. അത്തരത്തിൽ ഒരു പ്രതിയെയാണ് വീണ്ടും കൊണ്ടുവരുന്നത് എന്നുള്ള ധാരണ എന്തിനാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോലീസിന് ഉണ്ടാക്കേണ്ടതാണ്. അതിനുവേണ്ട മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിലൊരു മുൻകരുതലുകൾ ഈ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അലംഭാവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു ഈ ഭാഗത്ത്. അതായത് ഈ വിയൂർ ജയിലിന് സമീപമുള്ള പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ കടകളിലെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം സമഗ്രമായി നടക്കുന്നത്. പോലീസാണ്, തൃശ്ശൂർ സിറ്റി പോലീസാണ് ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റേഷൻ്റെ പരിസര ഭാഗങ്ങളിലും വിശദമായിട്ടുള്ള പരിശോധന തന്നെ നടക്കുന്നുണ്ട്. സാരംഗ്, ഇതിനകത്ത് ഈ ദുരൂഹത എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ശരിക്കും ഈ ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് 9:40-40 പക്ഷേ തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ വിവരം അറിയിക്കുന്നത് 10:40 കൂടിയാണ്. ആദ്യഘട്ടത്തിൽ, അത് ആദ്യ മണിക്കൂറുകളിൽ ഈ സമീപത്തുള്ള പ്രദേശങ്ങളിൽ തമിഴ്നാട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പ്രാഥമികമായി തമിഴ്നാട് പോലീസ് ചെയ്യേണ്ടിയിരുന്നത് കേരള പോലീസിനെ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ഒന്നാമത് വിയ്യൂർ പരിസരമാണ്, സംസ്ഥാന പോലീസിനാണ് ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളുള്ളത്. ആ ഒരു മണിക്കൂർ 9:40 മുതൽ 10:40 വരെയുള്ള സമയം എന്ത് ചെയ്യുകയായിരുന്നു തമിഴ്നാട് പോലീസിനുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ട് ബാലമുരുകൻ രക്ഷപ്പെടാൻ എന്ന സംശയം ഉയരുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും ഈ 9:45 അല്ലെങ്കിൽ 9:30 കൂടിയിട്ടാണ് ഈ പ്രതി രക്ഷപ്പെടുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ സിറ്റി പോലീസും ഈ വിവരങ്ങൾ അറിയുന്നത് ഏതാണ്ട് 10:30 അല്ലെങ്കിൽ 10:45 കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നേരം എവിടെയായിരുന്നു? സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ തമിഴ്നാട് പോലീസിനേക്കാളും അധികമായിട്ട് ഈ പരിസരങ്ങളും ഈ പ്രതി രക്ഷപ്പെടാനുള്ള വഴികളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഈ സിറ്റി പോലീസിനും അതുപോലെ തന്നെ കേരള പോലീസിനുമാണ് കൂടുതൽ അറിയുക. അത് ഒരു മണിക്കൂറോളം ഈ വൈകിയതിൽ ദുരൂഹതയുണ്ട്. അത് ഉറപ്പായിട്ടും പോലീസിനും ഈ കേരള പോലീസിനും സംശയമുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ നിമിഷം തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ സ്റ്റേഷന് സമീപം ഈ ജയിലിന് സമീപമാണ് പ്രതി രക്ഷപ്പെടുന്നത്, ആ സമയം തന്നെ ഈ വിവരം നമ്മുടെ കേരള പോലീസിന് അറിയുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രതിയെ ഉടനെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയുണ്ടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിട്ടതിന് ശേഷമാണ് തമിഴ്നാട് പോലീസ് ഇത്തരത്തിൽ ഈ വിയൂർ ജയിലിലും അതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റി പോലീസിലും വിവരം അറിയിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിനിടയിൽ ഇവർ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ്, അതായത് തമിഴ്നാട് പോലീസ് ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. മറിച്ച് മറ്റൊരു സംഭവം നോക്കുകയാണെങ്കിൽ, ഇതുവരെ ഈ തമിഴ്നാട് പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ തമിഴ്നാട് പോലീസിനെ ഈ പരിസരത്തൊന്നും കാണാനില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതായത് ഇത്ര നേരം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേരള പോലീസിൻ്റെ കൂടെ തമിഴ്നാട് പോലീസ് ഉണ്ടായിരുന്നു. നമുക്ക് അല്പം സമയം മുമ്പ് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വിവരം തിരക്കിയപ്പോൾ തമിഴ്നാട് പോലീസിനെ ഇവിടെ കാണാനില്ല എന്നാണ്. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ മാറിയതായിരിക്കും. കേരള പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടുത്തെ സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം പരിശോധിച്ചിട്ടുണ്ടാകും. നേരത്തെ ഒരു വർഷം മുമ്പ് സമാനമായ ഒരു കേസിൽ, സമാനമായ ഒരു സാഹചര്യത്തിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടത് ഒരു ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അത് മറ്റാരുടെ സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ വിയ്യൂരിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വന്നിട്ടുണ്ടാകാം. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ അത് സംബന്ധിച്ച് വ്യക്തത വരികയും ചെയ്യും. കേരള പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്? നിലവിൽ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ, പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ കേരള പോലീസ് പരിശോധന നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ, അതായത് തമിഴ്നാട് പോലീസിനേക്കാൾ ഉപരി മറ്റ് ക്രിമിനലുകളുടെയോ അല്ലെങ്കിൽ സംഘങ്ങളുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമികമായ നിഗമനത്തിൽ പോലീസ് കരുതുന്നത് പ്രതി അധികം ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വിശദമായി പരിശോധനകൾ നടക്കുന്നു. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് വലവിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ അങ്ങനെയുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. ഏത് വിധേനയും പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, കാരണം പ്രതിക്ക് വലിയ രീതിയിലുള്ള പരിചയമുണ്ട്, മുൻപും
മുൻപും ഇത്തരത്തിൽ പ്രതി ചാടി രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഈ KSRTC സ്റ്റാൻഡും ഉൾപ്പെടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും വിശദമായ പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന ഒരു വിവരം. സിജു, ശരി. സാരംഗാണ് വിയ്യൂർ ജയിലിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകനെ കുറിച്ചുള്ള അന്വേഷണം സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന പോലീസിനെ തമിഴ്നാട് പോലീസ് വിവരങ്ങൾ അറിയിക്കുന്നതിൽ ഒരു മണിക്കൂറോളം വൈകിയാണ് ഈ പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ വിവരം കേരള പോലീസിനെ അറിയിക്കുന്നത്. അതിൽ തന്നെ ദുരൂഹതകളുണ്ട്. തമിഴ്നാട് പോലീസ് മദ്യപിച്ചിരുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ ബാലമുരുകനായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സാരംഗ് പങ്കുവച്ചത്.